ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എവിടെ പോയാലും ചെടി നോക്കുന്നതാണ് ഇഷ്ടമല്ലേ. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് ചെടി നോക്കി നിൽക്കൂ. നമ്മളൊരു ഗസ്റ്റ് വീട്ടിലാണെങ്കിലും ഒരു വിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചെടി നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമ്മളോട് മാളിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും കുഞ്ഞു ചെടി ഉണ്ടെങ്കിൽ അതെങ്കിലും നോക്കൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലില്ലാത്തത് നഴ്സറിയിൽ നിന്ന് വാങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വിരുന്നിന് കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും. പക്ഷേ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ചെടി ചോദിച്ചു കേട്ടോ. നമ്മളെ കയ്യിലില്ലാത്ത ചെടി എന്തായാലും നമ്മൾ അവരോട് ചോദിച്ചു വാങ്ങും. ഒട്ടും മടിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനത്തെ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും ചെടി ചോദിക്കാൻ മടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പെർലൈറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ എന്തായാലും കാണണം. നമ്മുടെ ചെടികൾക്ക് പെർലൈറ്റ് ഉപയോഗിക്കുന്ന ഗുണങ്ങൾ 8 ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാതിരിക്കരുത്. അപ്പോൾ ഞാനൊരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ചെടികൾക്ക് പോട്ടി മിക്സ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് വളരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കറക്റ്റ് പോട്ടി മിക്സിൻ്റെ ഒരു ഫോർമുലയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അന്ന് വെച്ചിട്ടുള്ള റെഡ് പോട്ടിലെ പെന്നിവേട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പോട്ടി മിക്സ് നമുക്ക് അറിയാം. റോസ ചെടിക്ക് വേറൊരു പോട്ടി മിക്സാണ്, അഗ്ലോണിമ പ്ലാന്റ്സിന് വേറെ, ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ പ്രത്യേകിച്ചും വേറെ രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കും. അല്ലാത്ത രീതിയിലുള്ള പോട്ടി മിക്സിൻ്റെ കാര്യം ഞാൻ പറയും. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റോസ ചെടി ബോഗൻവില്ല പ്ലാന്റ്സ് ആക്കാണ് നമ്മളെ പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാകുക. മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നട്ടു കൊടുക്കല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് നമ്മുടെ പറമ്പിലുള്ള മണ്ണായാലും പ്രശ്നമില്ല. പിന്നെ ഇനിയിപ്പോൾ മണൽ കിട്ടിയില്ലെങ്കിലും മണ്ണും കൊക്കോപ്പിറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കിയിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് വളരും. ഇനിയിപ്പോൾ കൊക്കോപ്പിറ്റ് ഇല്ലെങ്കിലും മണ്ണും മണലിട്ടാലും ആ ചെടി വളരും കേട്ടോ. പക്ഷേ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, അതായത് ഇൻഡോർ പ്ലാന്റ്സ് അഗ്ലോണിമ, കലാത്തിയ, ബിഗോണി അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു നല്ലൊരു ബെസ്റ്റ് പോട്ടി മിക്സ്. ഇത് 100% സക്സസ് ആയിട്ടുള്ള പോട്ടി മിക്സാണ്. അതുകൊണ്ട് ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ചെടി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ചെടി നശിച്ചു പോകില്ല, വേര് ചെയ്യില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നല്ല ഗ്രോത്ത് ആയിട്ടും നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അതായത് ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാകും. എല്ലാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പോട്ടി മിക്സാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പോട്ടി മിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ല. ഞാൻ എപ്പോഴും ചെടികളുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് പോട്ടി മിക്സിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ചാണകപ്പൊടിയാണത്. അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ്, പോട്ടി മിക്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് നൈട്രജൻ കണ്ടൻറ് ഉള്ളതാണ് നമ്മുടെ ചാണകപ്പൊടി. പിന്നെ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് തൊട്ടടുത്തുള്ളത് നമ്മുടെ എന്താ പറയുക ചകിരിച്ചോറ്, അതായത് കൊക്കോ പിറ്റാണ് തൊട്ടടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഗാർഡൻസ് സോയിലാണ്. ഈ വെളുത്തത് കാണുന്നത് നമ്മുടെ പെർലൈറ്റാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഉമിയാണ് കേട്ടോ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഉമി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വായുസഞ്ചാരം ഉണ്ടാകും. അതുപോലെ തന്നെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല, വേര് ചീഞ്ഞ് പോകില്ല. അതുപോലെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് പെർലൈറ്റ്, ഉമിയൊക്കെ. ഇതൊരു വളമല്ല കേട്ടോ, പെർലൈറ്റ്, ഉമിയൊന്നും ഒരു വളമല്ല. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചാണകപ്പൊടി നമുക്കറിയാം നല്ലൊരു വളമാണ്. കൊക്കോപ്പിറ്റ് നന്നാക്കിയിട്ട് നമുക്ക് വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 ദിവസം നനച്ചു കൊടുത്തില്ലെങ്കിലും അങ്ങനെ ഒന്നുമില്ലാത്തതാണ്. പിന്നെ മണ്ണിൽ നമുക്ക് ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങളൊക്കെ ഉണ്ടാകും. പെർലൈറ്റിൽ നമുക്ക് വളങ്ങളൊന്നുമില്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. പെർലൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഉമി നമുക്ക് വെള്ളമൊക്കെ ഒഴിഞ്ഞു പോകാൻ, അതായത് കെട്ടി നിൽക്കാതെ വേര് ചെയ്യില്ല. അങ്ങനെയുള്ള നമ്മുടെ പെർലൈറ്റ് നമ്മുടെ എന്താ പറയുക മണ്ണിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഇതൊക്കെയാണ്, ബാലൻസ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോട്ടി മിക്സാണ് ഞാൻ എടുത്ത് വെച്ചിട്ട്. അതിൻ്റെ കൂടെ ഞാൻ മണലില്ലാത്തത് കൊണ്ട് ഞാനിവിടെ എംസാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല പൊടിഞ്ഞ നല്ല എംസാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 കാര്യങ്ങൾ പോട്ടി മിക്സിലേക്ക് വേണ്ടിയുള്ള ചാണകപ്പൊടി, പെർലൈറ്റ്, ഗാർഡൻ സോയിൽ, പിന്നെ നമ്മുടെ പിന്നെ ഉമി, പിന്നെ അതുപോലെ തന്നെ പെർലൈറ്റ്, അതുപോലെ ഇത് എന്താണ് എംസാൻ. അങ്ങനെ 6 കാര്യങ്ങളാണ് ഞാനൊരു ഇതിൽ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് 2-3 കാര്യങ്ങളും കൂടി ഈ ഒരു പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കറക്റ്റ് പോട്ടി മിക്സ് ആകുള്ളൂ കേട്ടോ. ഇനി എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നാണ് ചേർക്കുന്നത്.
പിന്നെ നമുക്ക് ഏതൊരു പോട്ടി മിക്സിലും നമുക്ക് ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ് നമ്മൾ അപ്ലൈ ചെയ്യണമല്ലേ. ഏത് നമ്മൾ ചെടി നടുമ്പോൾ, ചെടികളെ നടുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ചെടി നടുമ്പോൾ നമ്മൾ എന്തായാലും സാഫ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് സാഫാണ് കൊടുക്കുന്നത്. അപ്പോൾ സാഫ് കൊടുക്കുന്നത് നമുക്കറിയാം, എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഒന്നുമില്ലാതെ നമ്മുടെ ചെടി നല്ലതായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ചെയ്യുന്നതല്ലേ. സാഫ് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ട് ചെടികൾക്കൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സാഫ്, അപ്പോൾ 6 ഇത് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. സാഫ് ഉണ്ട്. ഇപ്പോൾ 6 കാര്യങ്ങളായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ നമ്മുടെ നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടി പൊടിച്ച് വെച്ചിരുന്നു. അപ്പോൾ എല്ലുപൊടി ഇല്ലാത്തതിനെ കൊണ്ട് മുട്ടത്തോട് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടത്തോടിൻ്റെ പൊടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് കാൽസ്യം ഉള്ളതാണ്. നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് കാൽസ്യം കിട്ടും. അതുകൂടാതെ ഒരുപാട് പ്രോട്ടീനും മിനറൽസും ന്യൂട്രിയൻസൊക്കെ ഉണ്ട്. സിങ്ക്, കോപ്പർ, അയൺ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ മുട്ടത്തോട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട്, എല്ലുപൊടി നമുക്കറിയാം ഒരുപാട് പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനത് എല്ലുപൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുട്ടത്തോടെ പൊടി ഇട്ട് കൊടുത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസറാണ്. അത് ഞാനിപ്പോൾ എല്ലാ ചെടികൾക്കും, മുമ്പൊന്നും അങ്ങനെ എല്ലാ ചെടികൾക്കും ഇടാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഞാൻ ബാസാക്കോട്ട ഫെർട്ടിലൈസർ കൊടുക്കും. ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് നമുക്ക് ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങളൊക്കെ സാവധാനം ചെടികൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കൊക്കോപീറ്റ്, രണ്ടാമത്തെ ചകിരിച്ചോറ്, മൂന്നാമത്തത് പെർലൈറ്റ്, നാലാമത്തെ ഉമ്മി, ഗാർഡൻസ് സോയിൽ, നമ്മുടെ എംസാന്, അതുപോലെ തന്നെ സാഫ്, അതുപോലെ മുട്ടത്തോടിൻ്റെ പൊടി, അതുപോലെ നമ്മുടെ ബസാക്കോട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്നായിട്ട് നല്ല രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പൊട്ടി മിക്സ് തയ്യാറാകുമ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള പൊട്ടി മിക്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വേരിനൊക്കെ നല്ല വേരോട്ടം കിട്ടും, വെള്ളം കെട്ടി നിൽക്കില്ല. അതുപോലെ തന്നെ ചെടികൾ നല്ല ഗ്രോത്ത് ആയിട്ട് വളരും. എല്ലാ കാര്യങ്ങളും ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പോട്ടി മിക്സാണ് ഇട്ടത്. ഇത് നമുക്ക് അധിക ചെടികൾക്ക് ഉപയോഗിക്കട്ടെ. കലാത്തിയ, ബിഗോണിയ, അതുപോലെ തന്നെ അഗ്ലോണിമ, അങ്ങനെയുള്ള ഒരുപാട് ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി എല്ലാ ചെടികൾക്ക് നമുക്ക് കൊടുത്താലും പ്രശ്നമില്ല. നല്ല പോട്ടി മിക്സ് ഇട്ട് നല്ല ലൂസായിട്ടുള്ള നല്ല പോട്ടി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഗ്ലോണിമ പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ റീപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതങ്ങനെ ചട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനത് എടുത്ത്, വേരൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി വലിയ പോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. കാരണം ഇനി കണ്ടില്ല, ഇതിനൊരു മുട്ട് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുതിയ ബേബി പ്ലാന്റ് ഒക്കെ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഏതായാലും ഇത് തന്നെ നമുക്ക് നോക്കണ്ട. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആ വലിയ പോട്ട്, ഇപ്പോൾ കാണിച്ച പോട്ടിലേക്ക് ഞാൻ കുറച്ച് പോട്ടി മിക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെടി വെച്ചിട്ട് ബാക്കി പോട്ടി മിക്സ് കൊണ്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പോട്ടി മിക്സാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ചെടിക്ക് യാതൊരു കംപ്ലൈൻറ്റ് വരാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു ട്രിക്കും ടിപ്സും ഒക്കെയാണിത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ച് മണ്ണെടുക്കും, കുറച്ച് ചാണകപ്പൊടി മാത്രം എടുത്തിട്ട് ചെടി നട്ടു കൊടുക്കലായിരുന്നു കേട്ടോ പതിവ്. അന്ന് മണൽ വേണമെന്ന് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യാൻ, സാഫ് എന്താണെന്ന് പോലും എനിക്ക് ഒരു 5-6 വർഷം മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം നമുക്ക് അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചെയ്യില്ല. മരണം വരെ നമുക്ക് അറിവുകൾ ലഭിക്കുമെന്നാണ് പറയുന്നതല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പോട്ടി മിക്സിൽ നട്ടുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സെയിൽ നടത്താനും കൂടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടി മിക്സാണ് ഇതൊക്കെ നമുക്ക് പെർലൈറ്റ് ആയാലും ഓൺലൈനിൽ നിന്ന് കിട്ടും, ചാണകപ്പൊടി ഓൺലൈനിൽ കിട്ടും. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അതൊക്കെ സംശയമായിട്ട് ഇപ്പോൾ ചോദിക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മണ്ണിട്ട് കൊടുക്കാത്ത ചെടി നന്നായിട്ട് വലുതാവും കേട്ടോ. ഇത് കുഞ്ഞ് തൈയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലുപ്പം വെക്കും. അപ്പോൾ നന്നായിട്ട് ഇനി ഇത് വേണ്ട കേട്ടോ. നമ്മൾ ചെടികളിൽ അഗ്ലോണിയം പ്ലാന്റ്സിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേടിക്ക് വേണ്ടി ഇത്തിരി സാഫും കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ആ മുറിച്ചെടുത്ത ഭാഗം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പോട്ടി മിക്സിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും പോട്ടി മിക്സ് നന്നായിട്ട് ലൂസാകുമ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഒരിക്കലും പെർലൈറ്റൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട്, ഉമ്മി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരു പിക്ചർ കൊടുക്കാറുണ്ട്, ഷോർട്ട് വീഡിയോയിലോ ഫുൾ വീഡിയോയിലൊക്കെ പിക്ചർ കൊടുക്കാറുണ്ട്. അവിടെ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കൗണ്ടിങ്, അതായത് ചാണകപ്പൊടി വാങ്ങാൻ പറ്റുമോ, ഉമ്മി വാങ്ങാൻ പറ്റുമോ,
അതുപോലെ തന്നെ നമുക്ക് പെർലൈറ്റ് വാങ്ങാൻ പറ്റൂ, പോട്ട് വാങ്ങാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊക്കെ അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ചില വീട്ടിലൊക്കെ കിട്ടും. വലിയൊരു ചാക്കിന് 350 രൂപ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് 5 കിലോന് ഞാൻ 130 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ കിട്ടും, സാഫൊക്കെ നമുക്ക് എല്ലാം അവൈലബിളാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നമ്മുടെ അഗ്ലോണിമൊക്കെ സെയിൽ നടത്തുവാനൊക്കെ ഇങ്ങനത്തെ ഉള്ള പോട്ടി മിക്സിലാണ് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെടികൾക്ക് ഇന്നിപ്പോൾ അഗ്ലോണിമ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കാണിച്ചത് എൻ്റെ അടുത്ത് കൂടുതലും അഗ്ലോണിമ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അഗ്ലോണിമ പ്ലാന്റ്സ് ഏത് പ്ലാന്റ്സും നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യാൻ പറ്റും. നല്ല 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 പോട്ടി മിക്സാണ്, എന്താ പറയുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തല്ല